അബോർഷൻ ഫേസ് ചെയ്തിട്ടുള്ള വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരുടെ അടുത്ത് നിന്നാണെങ്കിലൊക്കെ കേട്ടിട്ടുള്ളത് ഫാമിലി സപ്പോർട്ടിങ് ആണ്, പക്ഷെ ചില സമയത്ത് പറയുന്ന വേർഡ്സ് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന പോലെ എന്നുള്ളത്. ലൈക്ക് ഐ ഫെൽറ്റ് ലൈക്ക് എ മർഡറർ എന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെ എന്തോ അമ്മച്ചി എന്നോട് പറഞ്ഞു, യാത്ര ചെയ്യണൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടിക്കാണെങ്കിൽ PCOD ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡോക്ടർ പയ്യൻ പറഞ്ഞു ആ റിപ്പോർട്ട് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. സ്കാനിങ് റിപ്പോർട്ട് അയച്ചിടുന്നു ചോദിച്ചു. ഡോക്ടർ ആണല്ലോ, കണ്ടപ്പോ മനസ്സിലായി കാണും ആ കല്യാണമേ ക്യാൻസൽ ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാനിപ്പം എന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ അങ്ങനെ സാഹിത്യത്തിൽ കൂടെ കടന്നു പോവാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യ അങ്ങനെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത്, അത് ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് എന്റെ ഉത്തരവാദിത്വം. ഒത്തിരി പിള്ളേര് പറയുന്നത് കല്യാണം കഴിക്കാൻ ഇഷ്ടം, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. ഒത്തിരി പേര് പറയുന്നുണ്ട്. ഈവൻ എക്സ്ട്രാ കെയർഫുൾ ആയാലും ദിസ് ഹാപ്പൻസ്. യങ്സ്റ്റേഴ്സ് യങ് കപ്പിൾസ് പോകുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് അവർക്കൊരു ചെറിയ കംഫർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ ഇനി പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചത്, ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞത്, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് കുഞ്ഞുങ്ങളില്ല. നമ്മള് ഇപ്പം എനിക്ക് കുഞ്ഞ് ലോസ് ആവും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തില് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ കുഞ്ഞിന്റെ പല ടൈപ്പ് ഓഫ് ഫോട്ടോസ് ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അത് ഫേസ്ബുക്കിലും അല്ലാതെ വാട്സാപ്പിലും ഒക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഇത് കാണുമ്പോൾ നമ്മുടെ ഒരു വിഷമം എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു പ്രശ്നം, എനിക്ക് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞ് ആ രീതിയിൽ ഉണ്ടാകും. ഇപ്പം ഉണ്ടാകാത്ത ഒരാൾക്കാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിന്റെ സ്റ്റാറ്റസ് ഇടുവാണെങ്കിൽ, ഓ എന്റെ കൂട്ടുകാരനും കുട്ടിയുണ്ടായി, എനിക്കുണ്ടാകുന്നില്ല, അത് ശരിക്കും പറഞ്ഞ ഒരു പേഴ്സണൽ റിഗ്രറ്റ് തന്നെ അതാണെന്ന് തോന്നുന്നു. കെസിക്ക് ആ കുട്ടികളോടുള്ള ദേഷ്യം എന്ന് വെച്ചാൽ, ദേഷ്യം എന്ന് പറയില്ല, ദേഷ്യമല്ല, ഒരു ഒരു ഇറിറ്റേഷൻ കുട്ടികളെ കാണുമ്പോ. അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, ശരിക്കും ഞാൻ എന്റെ സാരയോട് എപ്പോഴും പറയുന്നത്, നമ്മൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഏത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവർക്കും ഒരു സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും, എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളൂ കഴിയോ. അപ്പൊ ശരിക്കും ഞാൻ പറയുന്നത്, നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ്, ഇത് കാണുന്ന ആൾക്കാരെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്നതും ഒക്കെ നല്ലതാണ്, പക്ഷെ ഇത് കാണുമ്പോൾ ചിലപ്പം ആർക്കെങ്കിലും ഒക്കെ അതൊരു വേദനയായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ ആൾക്കാർ, കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ. അപ്പം അത് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്, അല്ലേ? അവരുടെ ഒരു റെസ്പോൺസ് ഈ കാര്യത്തിൽ, ഫാമിലിയെ സംബന്ധിച്ച് അവർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അടുത്ത കാര്യങ്ങളിലേക്കും പ്രഗ്നൻസിലേക്കൊക്കെ ആണെങ്കിലും അവര് അവരുടെ രീതിയിൽ വളരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. അതും ഈ പറഞ്ഞ പോലെ തന്നെ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല, കാരണം അവരോടുള്ള ദേഷ്യവും പല രീതിയിലും ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ കേസിൽ തന്നെ ഞങ്ങളുടെ രണ്ട് വീട്ടിലും ഫസ്റ്റ് വരുന്നത് ഞങ്ങളുടെ കൊച്ച. സോ അവർക്ക് ഭയങ്കര എക്സ്പെക്ടേഷനാ. അതായത് ഒരു കുഞ്ഞിക്കാല് കാണണം, ഒരു ഗ്രാൻഡ് ചൈൽഡിനെ കളിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അവര് ഭയങ്കര എക്സ്പെക്ടേഷൻ. സോ അവർക്കും ഇപ്പൊ നമ്മളെ പോലെ തന്നെ, നമ്മളത്ര ഇല്ലെങ്കിലും ഈ സംഭവം ഉൾക്കൊള്ളാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഇപ്പൊ കണ്ടിട്ടില്ലേ, പല അമ്മച്ചിമാരും അവരുടെ ഫ്രണ്ട്സിനോട് എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോളുടെ എന്നുള്ള രീതിക്ക് പറയാറുണ്ട്, അല്ലെ? സോ അവർക്ക് അത് ഭയങ്കര ഒരു ക്രെഡിറ്റ് പോലെ പറയുന്നത്. സോ അപ്പൊ ആ ഒരു രീതിക്ക് അപ്പൊ അവര് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കും അന്നേരം പറയുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു വേഴ്സ്റ്റ് ഒരു ഇമോഷണൽ മെന്റൽ ഡാമേജിൽ ഇരിക്കുമ്പോൾ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ആ കടന്നു പോകുന്ന പേഴ്സൺ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ട് തോന്നാം, ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നാം. ഇപ്പൊ രണ്ട് രീതിക്കും തോന്നാം. ചിലപ്പോ കൂടുതലും ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നാണെങ്കിലും, ഇപ്പൊ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ അബോർഷൻ ഫേസ് ചെയ്തിട്ടുള്ള വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരുടെ അടുത്ത് നിന്നാണെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളത് ഫാമിലി സപ്പോർട്ടിങ് ആണ്, പക്ഷെ ചില സമയത്ത് പറയുന്ന വേർഡ്സ് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന പോലെ എന്നുള്ളത്. എന്താണെന്നറിയോ, എന്റെ അമ്മച്ചിക്കാണെങ്കിൽ വയ്യ, അമ്മച്ചിക്ക് ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കും. അമ്മച്ചി ഇടയ്ക്ക് ബൈപ്പാസ് സർജറിക്ക് മുമ്പ് ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമ്മള് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുക. ഇത് വേദന വേഴ്സ് ആണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, എന്തെനിക്ക് ഇങ്ങനെ പെയിൻ ഉള്ള പോലെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഫസ്റ്റ് പറയാൻ പോണത്,
അമ്മച്ചി അതൊന്നും കഴിക്കില്ലേ അമ്മച്ചി, ഇന്നൊന്നും കഴിക്കല്ലേ, കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, അതുകൊണ്ട് അതൊന്നും കഴിക്കില്ല, അതൊക്കെ ആയിരിക്കും വേദന. അപ്പൊ ഞാൻ അവിടെ ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴാ, വേദന വന്നു കഴിഞ്ഞിട്ടാ. ഇത് തന്നെയാണ് മിക്കവാറും ഫാമിലീസ് ഉദ്ദേശിക്കണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പെയിനിലൂടെ കടന്നു പോരുതെന്നാണ് അവർ ഉദ്ദേശിക്കണത്. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് ചിലപ്പോൾ ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു നേരത്തെ നമ്മൾ ഇന്ന കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. അവർക്കും അവരുടെയും ഒരു ഇമോഷൻ എക്സ്പെക്ടേഷൻ നഷ്ടപ്പെടുവാണല്ലോ, ഗ്രാൻഡ് ചൈൽഡ് എന്നുള്ള ആ ഒരു ഇമോഷന്റെ പക്കത്തുമായിരിക്കും അവരങ്ങനെ പറയുന്നത്. അപ്പൊ അവര് ഇത് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായെന്ന് പറഞ്ഞ ലൈക്ക് ഐ ഫെൽ ലൈക്ക് എ മർഡറർ എന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെ എന്തോ അമ്മച്ചി എന്നോട് പറഞ്ഞു, യാത്ര ചെയ്യണൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അമ്മച്ചി ഉദ്ദേശിക്കുന്ന ആ സമയത്ത് സോന ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ സോനയുടെ ജോലിക്ക് പോകുന്ന യാത്രയൊക്കെ ആയിരിക്കാം അമ്മച്ചി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇതാ പോയത്, കാരണം ലോങ് ഡിസ്റ്റൻസ് യാത്ര ഇതാ ഞങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പൊ അവര് ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ടൈം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിക്കാണ് ഉദ്ദേശിച്ചത്. അവര് പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മളിത് ആ സമയത്ത് നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് കാരണം നമ്മൾ ആകെ തകർന്നിരിക്കുന്ന കാരണം നമ്മൾ പെട്ടെന്ന് നമ്മളെ പോയിന്റ് ചെയ്യാൻ നമ്മൾ നോക്കും, നമ്മളെ ശരിക്കും ഒന്ന് തകർത്ത് കളയും. നമുക്ക് ദേഷ്യം വരും അവരോട് പ്രത്യേകിച്ച് കാര്യം പറയുമ്പോൾ. അതെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയണം തോന്നിയത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞതാണെങ്കിലും ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത് കെസിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ വിനീതേട്ടൻ നേരത്തെ ഒരു കാര്യം എടുത്തിട്ടിരുന്നു, ഇപ്പത്തെ ജനറേഷൻസിൽ ഒത്തിരി സ്ത്രീകള് ഈ അബോർഷൻ കാരണം ഹസ്ബൻഡ്സിന്റെ അടുത്ത് നിന്ന് ഒരു ഡിവോഴ്സോ പല മാരേജസും ഡിവോഴ്സിലേക്ക് എത്താൻ തന്നെ ഒരു കാരണമായിട്ടുണ്ട്. ഇപ്പോ നമുക്കൊരു ഫാമിലിനെ അറിയത്തില്ലേ, പയ്യൻ ഡോക്ടറാണ്. അപ്പോ ഇവര് പ്രപ്പോസൽ വന്നു, കല്യാണാലോചന വന്നിട്ട് ഇവര് സംസാരിച്ചു തുടങ്ങി. സോ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു, നമ്മൾ സൈക്കോളജി ആയതുകൊണ്ട് എന്റെ മനസ്സ് വായിക്കും എന്നുള്ളൊരു രീതി പോലെ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ ലൈക്ക് ഈ പെൺകുട്ടിക്കാണെങ്കിൽ PCOD ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ PCOD ഇഷ്യൂ ഉള്ള കുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ നമ്മളെപ്പോഴും പറയുമല്ലോ, ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസിക്കൊക്കെ ഒരു സാധ്യതയ്ക്ക് ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ എന്നുള്ള രീതിക്ക് നമ്മൾ പറയാറുണ്ട്. സോ ഈ പെൺകുട്ടി ഓപ്പൺ ആയിട്ട് തന്നെ ഈ പയ്യന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ പയ്യന്റെ അടുത്ത കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അപ്പൊ ഈ ഡോക്ടർ പയ്യൻ പറഞ്ഞു, ആ റിപ്പോർട്ട് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു, സ്കാനിങ് റിപ്പോർട്ട് അയച്ചിടുമെന്ന് ചോദിച്ചു. സ്കാൻ അപ്പൊ ഈ കുട്ടിയുടെ ആത്മാർത്ഥത അനുസരിച്ച് ഈ കുട്ടി അയച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് ഡോക്ടറാണല്ലോ, കണ്ടപ്പോ മനസ്സിലായി കാണും, ആ കല്യാണമേ ക്യാൻസൽ ചെയ്തു. സോ അങ്ങനത്തെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. അതേപോലെ അതൊരു ഇൻസിഡന്റ്. ഡോക്ടർ മാത്രമായിരിക്കില്ല, ഡോക്ടർ ചിലപ്പോ വീട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അപ്പോഴും ഫാമിലിയുടെ ഇതാ വരുന്നത്. ഫാമിലി ഉദ്ദേശിക്കുന്നത് മോന്റെ നല്ലതെന്നാ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും ഇതിപ്പം കല്യാണത്തിന് മുമ്പാണെന്ന് പറയാം, പക്ഷെ അബോർഷൻ കഴിയാൻ നേരത്ത് ഫാമിലി നല്ലത് ആ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നമുക്കത് ഭയങ്കര വേഴ്സായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അജുവിന്റെ കേസിലും അങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പല കുട്ടികളും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മോഡേൺ എന്താ പറയുക, അവരുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ രീതി, ഇതൊക്കെ വെച്ച് PCOD ഇല്ലാത്ത പെൺകുട്ടികൾ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് സംസാരിക്കും, വളരെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരോട് എനിക്കൊരു ഇഷ്യൂ ഉണ്ട് നമ്മൾ വളരെ അടുത്ത കുട്ടികൾ. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കള് ഉണ്ടാവുന്നുണ്ട്, ഒരു ഫാക്ട് അല്ല. പക്ഷെ അപ്പൊ ആ ഡോക്ടറുടെ ഒരു എന്താ പറയുക, അയാളുടെ പ്രൊഫഷനെ തന്നെ മിസ്യൂസ് ചെയ്യാണ്. അതെ, ഞാനിപ്പോ ഉദ്ദേശിച്ച അവിടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഈ ഒരു കാരണമാകുന്നുണ്ട്. എനിക്കൊരു കൊച്ചിനെ തരാൻ നിനക്ക് സാധിക്കുന്നില്ലേ എങ്കിൽ ഐ ചൂസ് അനദർ പേഴ്സൺ എന്നുള്ള രീതിക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഇത് തന്നെ ഒരു കാരണമായി വരുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തില്. സോ നമ്മൾ ഇത്രയും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമായി തുടങ്ങി ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. അല്ല, നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇൻലോസ്, അതായത് എന്താ പറയുക, നമ്മള് അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്നൊക്കെ മലയാളത്തിൽ, പക്ഷെ അവരുടെ റോൾ ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാര് വന്ന് നമ്മളോട് ഒരിക്കലും ആ രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പരിധിയെ കൂടുതൽ സംസാരിക്കത്തില്ല. പക്ഷെ ഈ പ്രത്യേകിച്ച് ഇൻലോസിന്റെ സൈഡിൽ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പെയിനുള്ള വാക്കുകൾ, കാരണം അത് ഇവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല അവരോടൊരു റിവെഞ്ച് തന്നെ ഇവർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഇത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷനുകൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇപ്പൊ ഞാനിപ്പം എന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കണം,
ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യ അങ്ങനെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുത്, അത് ആസ് എ ഹസ്ബൻഡ് എന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. അതെ. കാരണം അല്ലെങ്കിൽ അവരും ഈ അമ്മമാരും ഈ സെയിം സിറ്റുവേഷൻ കൂടെ കടന്നു പോയവരാണ്. ചിലപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കണം, പക്ഷെ അവർ ഒരിക്കലും അതിനെ കൺസിഡർ ചെയ്യുന്നേ ഉണ്ടായിരിക്കില്ല. അവര് ആ റിയൽ അന്നത്തെ സംഭവമാണ്. എന്റെ മോന്റെ ഭാര്യയ്ക്ക് ഒരു കൊച്ചിനെ കൊടുക്കാൻ വേണ്ടി അവന് പറ്റുന്നില്ല, അവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ശരിക്കും അവിടെ നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ടത്. നമ്മൾ അതായത് ശരിക്കും അവരുടെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. വളരെ ടഫ്, സൂക്ഷിച്ചാണ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ. അല്ല, അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാല് അപ്പൊ അമ്മമാരി ചോദിക്കുന്നു, നിനക്കെന്താ പിന്നെ എന്നേക്കാൾ അവളോടാണല്ലോ, അല്ലെങ്കിൽ എന്താ പറയുന്നതിനേക്കാൾ അവള് പറയുന്നതാണോ നിനക്ക് കൂടുതൽ കാര്യം എന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഒരു ആ ഒരു യൂണിറ്റ് എന്താ പറയുന്നത്, ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണല്ലേ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെ, ദൈവത്തിന്റെ വലിയൊരു പ്രൊവിഷനാണ്. അപ്പൊ അതിനെ ഏത് രീതിയിലും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂസില്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെറിറ്റേജ് ആണ് അല്ലെ, നമ്മുടെ പാരമ്പര്യം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ അതിനകത്ത് അവർക്കും കുറെ കൺസേൺ ഒക്കെ ഉണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം പ്രത്യേകിച്ച് ആ ഹസ്ബൻഡ് എടുക്കുന്ന റോൾ എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ച്. കാരണം പാരന്റ്സിനെയും മടക്കാൻ പറ്റില്ല, വൈഫിനെയും മടക്കാൻ പറ്റില്ല. ഒരു ഭയങ്കര ഒരു മെന്റൽ സ്ട്രെയിനാണ് ഒരു സിറ്റുവേഷൻ കൂടെ കണ്ടു. നമ്മള് എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മളൊരു രാജ്യത്തിന്റെ അംബാസഡറോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ വേറെ രാജ്യത്തില്ലല്ലോ, നമ്മുടെ രാജ്യമായിട്ട് ഡിസിഷൻ എടുക്കും. അത് ചിലപ്പോൾ അവരെ ഹേർട്ട് ചെയ്യും. അപ്പൊ അത് ഹേർട്ട് ചെയ്യാണ്ട് മാനേജ് ചെയ്തിട്ട് പോകണം. അപ്പൊ അംബാസഡറിന്റെ ജോലി നമ്മുടെ രാജ്യത്തിന്റെ അംബാസഡർ ആയിട്ട് നിൽക്കുക, അതോടൊപ്പം തന്നെ മറ്റ് നേഷനെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക. അതിനെക്കാട്ടും ടഫ് ജോബ് ആയത്. അത് പിന്നെ ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളിപ്പോ പാരന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോള് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ പാരന്റ്സ് അങ്ങനെ സംസാരിച്ചു പോയിരിക്കാം, പക്ഷെ അതിനൊരു മെയിൻ ഫാക്ടർ, അവരെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മുടെ സൊസൈറ്റിയാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ പല കമ്പാരിസൺസ് വരും, പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം, നമ്മളിലേക്ക് റിഫ്ലക്ട് ആവും. അതായത് സൊസൈറ്റി ഒരു റോൾ ഉണ്ട് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ അപ്പോൾ ഇപ്പൊ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു കൊച്ചു അബോട്ടായി പോയി, അതിന്റെ റീസൺ ഒന്നും അവർക്ക് അറിയണ്ട. അതായത് ഇപ്പൊ നമ്മൾ അബോർഷൻ പറയണേ 3 ടൈപ്പാണ്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന 3 ടൈപ്പാ. നാച്ചുറൽ അബോർഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് ഉണ്ട്, അൺവാണ്ടഡ് ആയിട്ടുള്ളതുണ്ട്. സോ നാച്ചുറൽ അബോർഷൻ ആണ് ഇപ്പൊ ഞങ്ങളുടെ കേസിലൊക്കെ സംഭവിച്ച കുട്ടി ഹെൽത്തി അല്ലാത്തത് കൊണ്ട് സംഭവിച്ച അബോർഷൻസ് ഒക്കെ. ഈ അൺവാണ്ടഡ് എന്ന് പറയുന്നത് ഇപ്പൊ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഫാമിലീസോ അല്ലെങ്കിൽ അവര് സെറ്റിൽ ആവട്ടെ എന്നുള്ള രീതിക്ക് അപ്പൊ ആ കുട്ടീനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർ അബോർട്ട് ചെയ്ത് കളയുന്ന അൺവാണ്ടഡ്. ഫോഴ്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ പ്രീമെച്ചുവർ ആയിട്ട് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമല്ലാത്ത രീതിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള രീതിക്ക് റേപ്പൊക്കെ വഴി അങ്ങനെയൊക്കെ പ്രഗ്നന്റ് ആവുകയാണെങ്കിലൊക്കെ അവരെ ഫാമിലി തന്നെ ഫോഴ്സ് ചെയ്തങ്ങാട്ട് കളയുന്ന പല ടൈപ്പ് ഉണ്ട്. സോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഏത് രീതിയാണ് അതൊന്നും അന്വേഷിക്കലില്ല. അബോർഷൻ ആയോ, അയ്യോ ആ കുട്ടി. പിന്നെ നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ്, ഇന്ന ആളുടെ ഇത് അബോർഷൻ ആയിപ്പോ അയ്യോ എന്തോ ഒരു പ്രശ്നമുണ്ട്. സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ ഒരു സംഭവം ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ രാജസ്ഥാനില് ഒരു ട്രിപ്പ് പോയേക്കുമായിരുന്നു. അപ്പം സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ പോയത്. അപ്പം ഞങ്ങള് പോയി അതായത് രാജസ്ഥാൻ ഞങ്ങൾ ചെന്നിറങ്ങി, എന്നിട്ട് ജയ്സൽമീറിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പകുതി എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒപ്പമുള്ള ഒരു കൊളീഗിന് ഭയങ്കര ഗ്യാസിന്റെ ഒരു ട്രബിൾ വന്നു, സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെയൊക്കെ വന്നു. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് കാണാം. ഞങ്ങള് ഇനി ഗ്യാസിന്റെ ആണോ എന്ന് ഞങ്ങൾക്കപ്പോൾ അറിയില്ല, ഭയങ്കര സ്റ്റൊമക്ക് ഏക്കാ വരുന്നത്. അപ്പം എന്തിൻ്റെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ക്ലിനിക്കല്ല, ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്, പക്ഷെ അത്ര വലിയ ഹോസ്പിറ്റലല്ല. ഞങ്ങൾ അവിടെ കയറി ഡോക്ടറിനെ കണ്ടു. രാത്രിയാ. ഇപ്പൊ ഈ ടീച്ചറിന്റെ അപ്പം ഞാനാ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ സൈഡില് നിൽക്കുവാണ്. തൊട്ടടുത്ത് തന്നെ 2 പേര് ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ലേബറും. അപ്പൊ ഞാൻ ദൈവമേ, ഇവരുടെയും ഞങ്ങളുടെ ഈ മിസ്കാരേജ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടിരിക്കുക. ദൈവമേ പ്രശ്നമാണല്ലോ, എനിക്ക് ഇവരെങ്ങനെയെങ്കിലും കംഫർട്ട് ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ അവർ മിസ്കാരേജ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവർ കരയണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഞാൻ അതിൽ കൂടെ പോയതാ. ഐ നോ ഇത് സംഭവം ഇതാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും കംഫർട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു. ഹിന്ദിയിൽ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു കുച്ചിനി ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല
എന്നോട് പറഞ്ഞു ഐ തിങ്ക് ഐ ക്യാൻ കംഫോർട്ട് യു ബിക്കോസ് എൻ്റെ മനസ്സിൽ ഐ നോ ഐ ക്യാൻ കംഫോർട്ട് കൊച്ചിനെ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അവര് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു കുഞ്ഞിനെ കിട്ടിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു ഇല്ല കിട്ടി, കുഞ്ഞിനെ കിട്ടി. ഞാൻ പിന്നെന്തിനാ കരയുന്നത്, ലടുക്കി പോകുകയാണെന്ന് പറഞ്ഞു. ദൈവമേ, എനിക്കപ്പോ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഞാൻ മനസ്സിൽ കുറെ പ്രിപ്പയർഡ് ആയിട്ട് പോയി ഇവരെ ഞാൻ കൺസോൾ ചെയ്യുന്നുള്ളത്. പക്ഷെ പെണ്ണാണെന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര കരച്ചില്ല. അവിടുത്തെ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ പോലെയല്ല അവിടുത്തെ. അവിടെ സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണാണെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ നിന്നപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക കൊച്ചിനെ വേണോ വേണ്ടയോ എന്നുള്ളത്. കൊച്ചി ജനിച്ചു കഴിഞ്ഞു, എന്നിട്ട് അവര് ചിന്തിക്കുകയാണ് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നമ്മൾ പോകുന്ന സിറ്റുവേഷനിലൂടെ അല്ല എല്ലാവരും പോകുന്നത്. അതായത് ഇപ്പൊ ഫോഴ്സ്ഡ് അബോർഷനെ കുറിച്ച് പറഞ്ഞു. ഫോഴ്സ്ഡ് അബോർഷൻ പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സോനയ്ക്കും ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് വെച്ച് പെണ്ണാവണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയായിരുന്നു. സോന ഇങ്ങനെ കടയിലൊക്കെ പോയിട്ട് പെണ്ണിന്റെ ഡ്രസ്സ്, പെണ്ണുങ്ങളുടെ ഡ്രസ്സൊക്കെ നോക്കി ഇത് അടിപൊളിയാ, നല്ല ക്യൂട്ട പെൺകുട്ടികളുടെ, അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ സിറ്റുവേഷനിൽ ഇതെങ്ങാനും പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് അബോർട്ട് ചെയ്യാൻ റെഡിയാ. മനസ്സിലായോ? ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് അതൊരു ജീവനാണ് എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അല്ല, അതില് ഒരു കാര്യം വെച്ചാല് നമ്മളെപ്പോഴും നിയമം പ്രൊട്ടക്ട് ചെയ്യുന്ന എവിടെയാണ്. ഒരു കുഞ്ഞ് പുറത്തു വരുമ്പോ, എക്സാമ്പിൾ ഒരു കുഞ്ഞുണ്ടായി, കുഞ്ഞ് ഉണ്ടാകുമ്പോൾ കുഞ്ഞിനൊരു പേരായി, കുഞ്ഞിനൊരു നമ്പർ ഉണ്ട്, അല്ലെ? നൈസ്യുലാണെങ്കിൽ അല്ലെങ്കിൽ ബേബി ഓഫ് സോന ആയിരിക്കും വിളിക്കാൻ പോകുന്നത്. പക്ഷെ ഈ കുഞ്ഞ് ഉള്ളിലിരിക്കുമ്പോൾ ആ കുഞ്ഞിന് ശരിക്കും അതിന് ജീവനുണ്ട്, അതിന് കൈകാലുകളുണ്ട്. ശരിക്കും അതിൽ ലിറ്ററലി ഒരു കുഞ്ഞ് തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്കും ഫോം സെപ്പറേറ്റ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണില്ല. അല്ല, അതിന് ശരിക്കും ലീഗൽ ഇതുണ്ട്. ഗവൺമെന്റിന്റെയാണ് ശരിക്കും പറഞ്ഞ കുഞ്ഞെന്ന് പറയുന്നത്. ഓരോ ഇന്ത്യയിൽ അങ്ങനെയുണ്ടോ. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. രാജ്യത്ത് ഒരു വർഷം 7,30,00,000, അപ്പോ രാജ്യത്തല്ല വേൾഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ഏകദേശം 7,30,00,000 അബോർഷൻസ് രാജ്യത്ത് നടക്കുന്നു ഒരു വർഷം, പെർ ഇയർ. അതില് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, പെർ ഡേ 2,00,000 അബോർഷൻസ് ആണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത്. 2,00,000. അതായത് പെർ ഡേ 2,00,000 കുഞ്ഞുങ്ങൾ, ജീവനുകൾ നശിച്ചുകൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷെ നാച്ചുറൽ ആയിരിക്കാം, ഈ പറയുന്ന ഫോഴ്സ്ഫുൾ ആയിരിക്കാം, പിന്നെ അൺവാണ്ടഡ് ആയിരിക്കാം. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് തിരുവനന്തപുരത്ത് ഒരു അമ്മത്തൊട്ടിലുണ്ട്. എന്ന് വെച്ചാല് ഈ അമ്മത്തൊട്ടിലിന് മുമ്പില് ഒരു വർഷം ഒരു മാസം 2-3 കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് കിട്ടും. ഓക്കെ, ഞാൻ വിചാരിക്കും അത് കുറച്ചുകൂടി ഒരു നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ അവർ ആ കുഞ്ഞിനെ കൊല്ലാതെ കൊണ്ട് അവിടെ കൊടുത്തത്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഒരു, പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ആളുകൾ പറയുവാണ് ഈ പ്രീ മാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തലമുറയെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ്, കുട്ടികൾ 18 വയസ്സാവാൻ കാത്തിരിക്കുവാണ്. എന്തിനാണ്? ഞങ്ങളുടെ കൂടെ നിയമമുണ്ട്. അപ്പം അത്തരത്തിലുള്ള തെറ്റായ റിലേഷൻഷിപ്പ് കൊണ്ട് ഈ അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടാവും. വൺസ് കൺസീവ് ആയി കഴിയുമ്പോൾ ഇത് റിയലൈസ് ചെയ്യുന്നത്, ഇത് ഈ പെൺകുട്ടി റിയലൈസ് ചെയ്യുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു പേടി ഉണ്ടാകുന്നു. പിന്നെ ഇതിനെന്ത് ചെയ്യണം? അബോർട്ട് ചെയ്യണം. പക്ഷെ ഇതൊരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈവൻ ഡോക്ടേഴ്സ് പോലും അത് അലൗഡ് അല്ല. കാരണം അത് ലീഗലി അത് വലിയൊരു ക്രൈമാണ്. ആ ലീഗൽ എൻറ്റിറ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കാവുന്ന ക്രൈമാണ്, രാജ്യത്തിന് ഇതിനുള്ള കുറ്റമാണ്. ലീഗലി അല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ അനുഭവിച്ചത് ഫസ്റ്റ് മന്ത് അല്ല 3rd മന്ത് കഴിഞ്ഞിട്ടാ. ലീഗലി അല്ലെങ്കിലും ഞാൻ അങ്ങനെ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് വന്നെങ്കിൽ there should be a crime. അതെന്റെ കാരണം കൊണ്ടാണെങ്കിൽ ഐ ആം അറ്റ് ഫോൾട്ട്. അപ്പൊ ലീഗലി ഇത്ര മാസം കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് മുമ്പായാലും ഇറ്റ് ഈസ് എ ക്രൈം ആക്ച്വലി അക്കോർഡിംഗ് ടു മീ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഒരു സൈഡിൽ നടക്കണം, ഈ ഫോഴ്സ്ഫുൾ, അതായത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടൊരു ഫോഴ്സ്ഫുൾ കാര്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, അത് ഡോക്ടേഴ്സിന്റെ കൺസേൺ. പക്ഷെ അതും എനിക്കറിയത്തില്ല എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അറിവോടുകൂടെ ഉണ്ടാകുന്നതാണ്. അത് ജയിക്കോ ഇല്ലയോ എന്നുള്ളത് അത് നെക്സ്റ്റ് ഇതിന്റെ കാര്യമാണ്. പക്ഷെ അതിന് നമുക്ക് ആർക്കും ഇല്ലാതാക്കാനുള്ള അധികാരം ആർക്കും ഇല്ല.
അപ്പോൾ ഒരു തെറ്റായ കാര്യം ചെയ്തു, ഒരു തെറ്റായ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഒരു കുഞ്ഞ് കൺസീവ് ആയി. ഞാൻ മനസ്സിലാക്കുന്ന ആ കുഞ്ഞ് ജനിക്കാനുള്ള അവകാശം ആ കുഞ്ഞിനുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് ചെയ്യുന്നത് അതിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പില്ല് കഴിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ എന്ത് ചെയ്യുന്നു, അതിനെ ഇല്ലാതാക്കാം. അപ്പൊ ഉണ്ടാവുമ്പോ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഒരു കല്യാണം കഴിക്കാത്ത പെൺകുട്ടി എന്താ പറയുക കുഞ്ഞിന്റെ അമ്മയാവുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ക്രൈം, ലിറ്ററലി ഒരു ക്രൈം ചെയ്യുവാണ്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫീലിങ്സ് ഇല്ലാത്തൊരു, ഇപ്പം എൻ്റെ ഒരു കസിൻ്റെ ഒരു ക്ലിനിക് ഉണ്ട്, അവിടെ ഇതുപോലെ പല അബോർഷൻ കേസസും അവർ വന്നിട്ട് പറയും ഞങ്ങൾക്ക് അബോർട്ട് ചെയ്യണം. പക്ഷെ അവർ പറയുന്നത് തന്നെ ഒരു ഫീലിംഗ് ഇല്ല, ഹാർഡ് മൈൻഡഡ് ആയിട്ട് വന്ന് പറയും ഞങ്ങൾക്ക് അബോർട്ട് ചെയ്യണം. അപ്പൊ പാരന്റ്സിനെ വിളിച്ചോണ്ട് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ലീഗലി ഇതാണ്, കുഴപ്പമൊന്നുമില്ല എന്നിട്ട്. ഇപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുമ്പോഴേ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പേപ്പർ ഉണ്ട്, ചൈൽഡ് ഡെവലപ്മെന്റ് എന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺസെപ്ഷൻ മുതൽ കുട്ടി പല പല പ്രഗ്നൻസീസും എല്ലാം ഡെവലപ്മെന്റ് മൊത്തമുള്ള ചാപ്റ്റർ പേപ്പറാ. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് പഠിപ്പിക്കാൻ. അപ്പൊ പിള്ളേരെ എപ്പോഴും പറയും, ഞാൻ ഹലയിലാണ് എന്റെ മെയിൻ എക്സാമ്പിൾ അതിന്റെ. സോ ആ പേപ്പർ പഠിപ്പിക്കേണ്ട ഇടയിൽ നമ്മൾ കുട്ടികളുടെ സോ ആ പേപ്പർ പഠിപ്പിക്കുമ്പോ നമ്മൾ തുടങ്ങുമ്പോ തന്നെ കുട്ടികളുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് പിള്ളേരെ ഇഷ്ടമാണെന്ന്. ഇപ്പത്തെ ജനറേഷനിൽ ഒത്തിരി പിള്ളേര് പറയുന്നത് കല്യാണം കഴിക്കാൻ ഇഷ്ടം, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. ഒത്തിരി പേര് പറയുന്നുണ്ട്. ഈവൻ നമ്മള് ഹലയിലായിട്ട് ഒരു സ്ഥലത്ത് ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ ഒരു കുട്ടീനെ മീറ്റ് ചെയ്തു. ഷീ ഈസ് റെഡി ടു ഗെറ്റ് മാരീഡ്, പക്ഷേ ഷീ ഡോണ്ട് വാണ്ട്. അത് വേറൊരു കണ്ടീഷനാണ്. പക്ഷെ രണ്ടാമത് ഇപ്പം ഈ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഉണ്ടാവും, അതായത് തെറ്റായ റിലേഷൻഷിപ്പിലൂടെ, അതൊരിക്കലും ആ ആക്ട് എന്ന് പറയുന്നത് ഒരിക്കലും അവർ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു പേടിയുണ്ട്, ഒരു ഗ്രീഫുണ്ട്. അതിനകത്ത് വലിയൊരു എന്താ പറയുന്നത് ഒരു വിഷമമുണ്ട്. കാരണം ഒരു കുഞ്ഞുണ്ടായല്ലോ. ആ കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് സൊസൈറ്റിയിൽ ആ കുഞ്ഞൊരു ബേർഡനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അപ്പന്റെയും അമ്മയുടെയും റിയൽ ലവ് ഇല്ല. അതുണ്ടാവുന്ന ഒരു കറക്റ്റ് പ്രോസസ്സിലല്ല ആ കുഞ്ഞ് ഉണ്ടാവുന്നത്. ആ കുഞ്ഞ് നാളെ വരുമ്പോൾ നാളെ വേണമെങ്കിൽ സൊസൈറ്റിക്ക് ബേർഡ് ഇൻ ദ സെൻസ് ഒരു ക്രൈം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നില്ല സൊസൈറ്റി കാണുന്ന പല കാര്യങ്ങളുടെയും അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചില കുഞ്ഞുങ്ങളായിരിക്കാം അത്. അതായത് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അതിനുള്ള ചാൻസും ഉണ്ട്. ഇതൊരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക ആ സാഹചര്യം. എപ്പോഴും ഒരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്കല്ലേ നമ്മളത് അതിനോട് അഫെക്ഷൻ തോന്നണമെങ്കിൽ നമ്മള് ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലത്തെ കൺസ്യൂമേറ്റ് ലവ് വേണം. ലാസ്റ്റ് എപ്പിസോഡ് കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. സോ കൺസ്യൂമേറ്റ് ലവ്, അതായത് നമ്മുടെ പാർട്ട്ണറോടുള്ള ഇന്റിമസി, പാഷൻ, കമ്മിറ്റ്മെന്റ്, ഇതും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ പോലെ അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞില്ലേ കുട്ടി വന്നു കഴിഞ്ഞാലും കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം അവിടെ കിട്ടുന്നില്ല. അതെ, അത് മെയിൻലി ഇതൊക്കെ വരുന്നത് ഈ സോഷ്യൽ പ്രഷറൊക്കെ ഉള്ള കാരണമാണ്. ഇപ്പം വിനീത് പറഞ്ഞ പോലെ തന്നെ കുട്ടികളല്ല, ഈ 18 ആയ ആൾക്കാര് ഈ ലിവിങ് റിലേഷൻഷിപ്പിലൊക്കെ പോകാൻ നേരത്ത് അവർക്കാണ് ഇത് കൂടുതലും പറ്റുന്നത്. അതിന്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവര് നോക്കുവാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ, സോ വൈ നോട്ട് ഞാനും. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചിലപ്പം മെന്റലി ഒന്നും ഇവര് പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല, മെന്റലി ഇവര് സ്ട്രോങ് ആയിരിക്കത്തില്ല. ക്യൂരിയോസിറ്റിയുടെ പൊക്കത്ത് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിന് തന്നെ ഇവര് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല. ഫോർഗെറ്റ് ഒരു കൊച്ചുണ്ടാവുന്നത്. വൺ തിങ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ് ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ടു ബിക്കം പ്രഗ്നന്റ്. ഞാനൊരു സിറ്റുവേഷൻ ഇപ്പൊ ആലോചിക്കുക, ഞാനിത് പറഞ്ഞു കേട്ടാ എന്താണ് എനിക്കറിയാവുന്ന ഒരാള് പറഞ്ഞതാണ്. സോ ഒരു ഹസ്ബൻഡും വൈഫും കൺസീവ് ആയിട്ട് ഇയാളുടെ അടുത്തേക്ക് വന്നേക്കോ, എൻ്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്നേക്കോ, എടാ കൺസീവ് ആയി. അപ്പോഴത്തേക്കും അവൻ അതിനിപ്പോ എന്താ നല്ലതല്ലേ, അല്ലടാ ഞങ്ങള് വി വർ ട്രൈങ് അവർ ബെസ്റ്റ് ടു പ്രൊട്ടക്ട് എവറിത്തിങ് ആൻഡ് ഓൾ, പക്ഷെ കൺസീവ് ആയി. അപ്പൊ മൈ ഫ്രണ്ട് വാസ് ലൈക്ക് അതെന്താ ഇങ്ങനെയാ, നിങ്ങളെങ്ങനെയാ പ്രൊട്ടക്ഷൻ വി വർ യൂസിങ് റബ്ബർ. ആണോ ശരിക്കും നിങ്ങള്, എടാ പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങൾ 2 ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ റബ്ബർ നമ്മൾ വരഞ്ഞിട്ട് അത് ടയറാവാൻ സാധ്യതയുണ്ട്, മനസ്സിലായോ? അപ്പം എക്സ്ട്രാ കെയർഫുൾ ആയാലും ദിസ് ഹാപ്പൻസ്. അപ്പം പേടിക്കണ്ടടാ, അത് ഇത് തന്നെയാ കാര്യം, റബ്ബർ തമ്മില് ഫ്രിക്ഷൻ വന്ന് ടയറായതായിരിക്കത്തുള്ളൂ.
അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ഡസന്റ് മാറ്റർ ഹൗ മച്ച് കെയർ യു ടേക്ക്, ഹൗ മച്ച് പ്രൊട്ടക്ഷൻ യു ടേക്ക്, there is always a chance to become pregnant. If you ask, if you take any studies, ഏത് സ്റ്റഡീസ് എടുത്താലും ഇപ്പം ഈ റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് പറയുന്ന 99% പറയുന്നുള്ളൂ. There is always that 1%. That 1% can be you, and you should be mentally prepared if you are indulging in such a relationship. അപ്പൊ അത് 18 years ആയിട്ടുള്ള കുട്ടികൾ അതിലേക്ക് പോകുന്ന ഇതൊന്നും പ്രിപ്പയർഡ് ആവാഞ്ഞിട്ട് അവരൊരു ക്യൂരിയോസിറ്റി, എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നു, why not me too? I will take a boyfriend, I'll have a boyfriend. ഞങ്ങളും ഇതേപോലത്തെ റിലേഷൻഷിപ്പിൽ വന്നു പറഞ്ഞാണ് ഇവര് ഇതിലേക്ക് പോകുന്നത്. ഇവര് റിലേഷൻഷിപ്പ് എന്താണെന്ന് പോലും മനസ്സിലാക്കാണ്ട് അതിലേക്ക് ചെന്ന് ചാടുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലും അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിലും കണ്ടുവരുന്ന ഒരു കാര്യമായിരുന്നു അല്ലെ, ഈ വേർജിൻ ആയിരിക്കുന്ന ഒരാളെ വളരെ മോശമായിട്ടാണ് സൊസൈറ്റി ആ ഒരു കൾച്ചറിൽ, വെസ്റ്റേൺ കൾച്ചറിൽ അവനെന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. സെയിം തിങ് ആണ് നമ്മുടെ നാട്ടിൽ. അതെ, ഇപ്പം വെർജിനായിട്ട് ഉള്ള ആൾക്കാര് ഇപ്പം വളരെ മോശമായിട്ടാണ്, അല്ലെങ്കിൽ മോശമായിട്ടാണ് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള ഒരു തോട്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലും നടന്നത്. അതിന്റെ ഒരു ഫലമായിട്ട് ഒത്തിരി അൺവാണ്ടഡ് പ്രഗ്നൻസീസ് അബോർഷൻ ഉണ്ടാവും. അതൊരു ഒരു പ്രശ്നം. ഇപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊതിക്കുമ്പോൾ ഞാനൊരു ഡ്രീം ചെയ്യാണെന്ന് വെച്ചാൽ കുഞ്ഞു വേണം. പക്ഷെ അങ്ങനെയുള്ള ഒരു 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 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ ഇപ്പുറ സൈഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ആ ഇത്തരത്തിലുള്ള തെറ്റായ റിലേഷൻഷിപ്പിലൂടെയൊക്കെ ഉണ്ടായിട്ട് ആ കുഞ്ഞുങ്ങളെ നന്നായിക്കോട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഫെർട്ടിലിറ്റി സെന്ററുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, കുഞ്ഞ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആൾക്കാരെ കുറിച്ചൊന്നും ആലോചിക്കുക. അവര് ഈ കുഞ്ഞിനെ ചിലപ്പോൾ കിട്ടിയാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതാണ് അത് എനിക്കിപ്പോ പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത് ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ രാജ്യത്തായപ്പോലും നമ്മുടെ കേരളത്തിലായപ്പോലും ഒരുപാട് ഫെർട്ടിലിറ്റി സെന്ററുകൾ കൂടി. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലേ? അല്ലെങ്കിൽ ഇത്രയും സെന്ററുകൾ വരത്തില്ല. അറ്റ് ദ സെയിം ടൈം അഡോപ്ഷന് വേണ്ടി അഡോപ്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഹോസ്പിറ്റലുകളിൽ പ്രത്യേകിച്ച് ഗൈനക് ഡോക്ടേഴ്സിനോട് നമ്മൾ സംസാരിക്കാൻ അവർ പറയും അബോർഷൻസിന്റെ എണ്ണം ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ഇൻക്രീസ് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരമായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലെ ആൾക്കാർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിലെ ആൾക്കാർ ഒരെണ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അതൊരു ശരിക്കും വല്ലാത്തൊരു ഇംബാലൻസ് നമുക്ക് അവിടെ ഫീൽ ആവുന്നുണ്ട്. രണ്ട് ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്ന ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ലെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ രാജ്യം ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യങ് കൺട്രിയാണ്. പക്ഷെ നെക്സ്റ്റ് 25-30 years കഴിയുമ്പോൾ ഈ രാജ്യത്തിന്റെ ഇതേ പൾസും ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു പുതിയ ജനറേഷൻ ഇവിടെ വരണം. അപ്പം ഇപ്പൊ എന്റെ അമ്മ അല്ലെ എന്റെ അപ്പൻ ചിന്തിക്കുക ഞങ്ങൾക്ക് മക്കൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇവിടെ ഉണ്ടാവത്തില്ല. അയ്യോ, അങ്ങനെ ഒരു അങ്കിളിന്റെ സിറ്റുവേഷൻ നമുക്കറിയാം. ഒരു അങ്കിള് അവരുടെ പ്രഗ്നൻസി ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഈ ചൈൽഡ് ബെറ്റർ യു ടേക്ക് ദിസ് ഡൗൺ, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അതേപോലെ വരും എന്ന് പറഞ്ഞു. പക്ഷെ അവര് അതിന് നേരെ ഓപ്പോസിറ്റാ. അവര് ചിന്തിച്ചു, അവര് കുറെ നേരം ചിന്തിച്ചു. ആൻഡ് ദേ വർ ലൈക്ക് ഇല്ല, ഞങ്ങൾ റെഡിയാ, ഈ കൊച്ചിനെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാ എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് എതിർത്തു. ഇല്ല, നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, ഈ ബേബി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ദേ ടോൾ ഡോക്ടർ ഈ കൊച്ചിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും ഞങ്ങളത് നോക്കാൻ, ഈ കൊച്ചിനെ എൻഡ് വരെ നോക്കാൻ റെഡിയാണ്. വി ആർ ഗോയിങ് ത്രൂ എന്ന് പറഞ്ഞു. ദേ വെന്റ് ത്രൂ. ഇന്ന് ഒരു മെയിൽ, അഡൽട്ട് മെയിൽ ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക. നോട്ട് ജസ്റ്റ് ഹീസ് നോർമൽ, ഹീസ് സോ ടാലന്റഡ്. മ്യൂസീഷ്യൻ ആണ്, സയന്റിസ്റ്റ് ആണ്, അങ്ങനെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാള്. പാരന്റ്സ് ആ പർട്ടിക്കുലർ ഫാമിലി ഞങ്ങളടുത്ത് സംസാരിച്ച് പറഞ്ഞിരുന്നു, ലൈക്ക് ഇത് ഈ കുട്ടീനെ ഞങ്ങൾ അന്ന് കളഞ്ഞിരുന്നുവെങ്കിൽ അതിൽ ഈ പ്രോ ലൈഫ് പ്രോ ചോയ്സ് എന്ന് പറയുന്ന ഒരു, അത് നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വലിയ ടോപ്പിക്. എന്താ പറയാ, നമുക്ക് ഈ കുഞ്ഞു വേണോ വേണ്ടെന്നുള്ളത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല.
ഇനിവേ നമുക്കത് ട്രൈ ചെയ്യാം. പക്ഷെ ആ ഒരു ഡിസിഷൻ ഭയങ്കര എന്താ വെച്ചാൽ Yeah. അത് ഏത് ഫോം ഓഫ് അങ്ങനെയുള്ള ഒരുപാട് പേരൻസ് ഉണ്ട് കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു ദൈവവിശ്വാസമുള്ള ആളുകള് അവർ ചിന്തിക്കും, ഇത് ദൈവമായിട്ട് ഞങ്ങൾക്ക് തന്നാണ്, അതിന് എന്ത് ഇനി ആ കുഞ്ഞൊരു ഫോംലെസ് ആയാൽ പോലും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ നിക്കിന്റെ കാര്യം, നിക്ക് അല്ലേ, നിക്കിന്റെ പേരൻസ് ചിന്തിക്കുവാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോൻ വേണ്ട എന്ന് ചിന്തിച്ചാൽ ഇന്ന് അദ്ദേഹം എത്ര സ്റ്റേജുകൾ, അദ്ദേഹം എത്ര ആളുകളെ അയാൾ കംഫോർട്ട് ഒരു എന്താ പറയുക, ഒരു വേൾഡ് അറിയപ്പെടുന്ന ഒരു സ്പീക്കറാണ്. അപ്പം ശരിക്കും നമുക്ക് ആ റൈറ്റ് ഇല്ല. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം വെച്ചാല്, അഞ്ജു ബ്രോയും ജിതിൻ ബ്രോയും സോനയും കെസ്സിയും നിങ്ങളൊക്കെ ഒരുമിച്ച് ഫാമിലി ആയിട്ട് കടന്നുപോയ ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ്, യങ് കപ്പിൾസ് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അവർക്കൊരു ചെറിയ കംഫർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ ഇനി പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു എന്നൊക്കെ പറയുന്നു. അതിന്റെയൊക്കെ ലോജിക്ക് ഞാൻ പറഞ്ഞില്ല, കെസിനോടുള്ള ദേഷ്യവും അതൊരു പക്ഷേ വർദ്ധിച്ച് ഡിവോഴ്സിലേക്ക് വരെ എത്താം. സൊസൈറ്റിയിൽ നമ്മളത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വാശിയായിരുന്നു, അടുത്തത് ഒന്നുകൂടെ കൺസീവ് ആവണം. അപ്പൊ ഒരു സ്പിരിച്വൽ ഒരു വാർഫെയറോടെ ഒരു നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ അവരും ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ്. പല കുഞ്ഞുങ്ങളും ജനിക്കാതെ പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരം കുഞ്ഞുങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ കുറിച്ചോ. അതില് സോനയും ജിത്തിനും അജു ബ്രോ നിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നിലധികം പ്രാവശ്യം സെയിം അവസ്ഥയിൽ കൂടെ കടന്നുപോയി. പിന്നെ നമ്മൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും.